ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ചില എക്സ്പെക്റ്റഡ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എയിൽ വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചില പാർട്ടുകൾ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്താണ് ബിസിനസ് ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് ഫിനാൻസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് അക്വയറിങ് ആൻഡ് യൂട്ടിലൈസിങ് ഫണ്ട് ബൈ എ ബിസിനസ്. അതായത് ഒരു ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ഫണ്ടിനെ കണ്ടെത്തുന്നതിനെയും അതേപോലെ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫിനാൻസ് ഫംഗ്ഷൻ ഈസ് ദി പ്രോസസ് ഓഫ് അക്വയറിങ് ആൻഡ് യൂട്ടിലൈസിങ് ഫണ്ട്സ് ബൈ എ ബിസിനസ്. ഓക്കെ, ഇനി മറ്റൊരു ടേമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് റേസിങ് ആൻഡ് സ്പെൻഡിങ് മണി. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ ഫണ്ട് കണ്ടെത്തുന്നതിൻ്റെയും അതേപോലെ തന്നെ അത് സ്പെൻഡ് ചെയ്യുന്നതിൻ്റെയും ഒരു കലയായിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, സിംപ്ലി എന്താണ്, മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷനായിട്ട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിനെ എഴുതാൻ പറ്റും. പി ജി ഹേസ്റ്റിങ്സ് ആണ് ഡിഫൈൻ ചെയ്തത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് റേസിങ് ആൻഡ് സ്പെൻഡിങ് മണി എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. അതായത് ടൈം, ഓരോ സമയത്തും പണത്തിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് ടൈം വാല്യൂ ഓഫ് മണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ടൈം വാല്യൂ ഓഫ് മണി ഈസ് ഡിഫൈൻഡ് ആസ് വാല്യൂ ഡിറൈവ്ഡ് ഫ്രം ദി യൂസ് ഓഫ് മണി ഓവർ ടൈം ആസ് ദ റിസൾട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റീ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ പണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ റീ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിലൂടെ ഓരോ കാലഘട്ടത്തിലും പണത്തിനുണ്ടാകുന്ന ഓരോ സമയത്തും പണത്തിനുണ്ടാകുന്ന വാല്യൂയെ സൂചിപ്പിക്കുന്നതാണ് എന്ത്, ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം ആണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ കോമ്പൗണ്ടിങ്? എന്താണ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമ്പൗണ്ടിങ് ഈസ് ദി പ്രോസസ്സ് ഓർ ടെക്നിക് ഓഫ് ഫൈൻഡിങ് ദി ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രസൻറ്റ് ക്യാഷ് ഫ്ലോ. ഇന്നത്തെ ഒരു ക്യാഷ് ഫ്ലോയുടെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നാളത്തെ വാല്യൂ എന്തായിരിക്കുമെന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണെന്ത്, കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് ഇന്നത്തെ 1,00,000 രൂപയ്ക്ക് 10 വർഷം കഴിഞ്ഞാൽ എത്രയാണ് അതിന് വാല്യൂ ഉണ്ടാകുക എന്ന് നമുക്ക് കണ്ടെത്തണം. ഇതിന് നമ്മൾ എന്ത് പറയും, കോമ്പൗണ്ടിങ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ആർ ടെക്നിക് ഓഫ് ഫൈൻഡിങ് ദി ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രസൻറ്റ് ക്യാഷ് ഫ്ലോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള ഒരു വാല്യൂയുടെ ഇന്നത്തെ വാല്യൂ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഇറ്റ് ഈസ് ദി പ്രോസസ് ആർ ടെക്നിക് ഓഫ് ഫൈൻഡിങ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. ഓക്കെ, പ്രോസസ് ഓർ ടെക്നിക് ഓഫ് ഫൈൻഡിങ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ പറയുന്ന മറ്റൊരു ടേമാണ് ഡബ്ലിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഡബ്ലിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് പീരീഡ് ഇൻ വിച്ച് ആൻ എമൗണ്ട് ബിക്കംസ് ഡബിൾ അറ്റ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അല്ലെങ്കിൽ നമ്മളൊരു ലോൺ എടുത്തു, ആ ലോണിൻ്റെ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴാണോ ഡബിൾ ആകുന്നത് ആ ഒരു പീരീഡിനെ സൂചിപ്പിക്കുന്നതാണെന്ത്, ഡബിളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് പീരീഡ് ഇൻ വിച്ച് എൻ എമൗണ്ട് ബിക്കംസ് ഡബിൾ അറ്റ് എ ഗിവൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദറ്റ് ഈസ് കോൾഡ് ഡബിളിംഗ് പീരീഡ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് ആന്വിറ്റി എന്ന് പറയുന്ന ഒരു ടേം. എന്താണ് ആന്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് പീരിയോഡിക് ക്യാഷ് ഫ്ലോസ് ഇൻ ദി ഫോം ഓഫ് എയ്തർ റിസീപ്റ്റ് ഓർ പേയ്മെൻറ്റ്സ് ഓഫ് ഈക്വൽ എമൗണ്ട്. അതായത് ഒരു സീരീസ് ഓഫ് പേയ്മെൻറ്റ്സുകൾ അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് റിസീപ്റ്റുകളെയാണ് ഒരു പീരിയോഡിക്കലായിട്ടുള്ള ക്യാഷ് ഫ്ലോ. ഓക്കെ, പീരിയോഡിക്കലായിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ ആന്വിറ്റി എന്ന് പറയുന്നത്. അത് റിസീപ്റ്റ് ആകാം അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് ആകാം. ഓക്കെ, അതായത് ഓരോ വർഷവും ഇപ്പോൾ 10,000 എന്ന് വെച്ച് നമ്മൾ പേയ്മെൻറ്റ്സ് നടത്തുന്നു അല്ലെങ്കിൽ 10,000 വെച്ച് നമുക്ക് റിസീപ്റ്റ് ക്യാഷ് ഇൻഫ്ലോ വരുന്നു. ഇതിന് നമ്മൾ എന്ത് പറയും, ആന്വിറ്റി എന്ന് പറയും. ഓക്കെ, ദ നെക്സ്റ്റ് ടേം ആണ് ഇതിൽ വരുന്ന പെർപെച്വിറ്റി എന്ന് പറയുന്നത്. പെർപെച്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഈക്വൽ പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ബട്ട് ദീസ് പേയ്മെൻറ്റ്സ് കണ്ടിന്യൂ ഫോർ എവർ.
ഓക്കെ, നമ്മളൊരു ഈക്വൽ പേയ്മെൻറ്റ്സുകൾ എന്ത് ചെയ്യുന്നു, റെഗുലർ ഇൻ്റർവെല്ലായിട്ട് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ഈക്വൽ റിസീപ്റ്റുകൾ നമുക്ക് റെഗുലർ ഇൻ്റർവെല്ലായിട്ട് ലഭിക്കുന്നു. ഓക്കെ, ഈ റിസീപ്റ്റുകൾ അല്ലെങ്കിൽ ഈ പേയ്മെൻറ്റ്സുകൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ഫോർ അവർ, ഒരു അനിശ്ചിതമായിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ തുടർന്ന് പോകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, പെർപെച്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പെർപെച്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോ വെർ ഈക്വൽ പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് അറ്റ് എ റെഗുലർ ഇൻ്റർവെൽ ബട്ട് ദീസ് പേയ്മെൻറ്റ്സ് കണ്ടിന്യൂസ് ഫോർ അവർ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പെർപെച്വിറ്റി എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഓൺ ദി പ്രിൻസിപ്പൽ ആസ് വെൽ ആസ് ഓൺ ഇൻട്രസ്റ്റ് ഓൾറെഡി ആഡഡ് ടു പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ, അതായത് നമ്മൾ 1,00,000 രൂപ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, അതിന് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് എത്രയാണ്, 10%. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എത്ര കിട്ടും, 10,000 രൂപ കിട്ടും. ഓക്കെ, ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിട്ട് 10,000 രൂപ കിട്ടും. ഇനി രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് കാണുന്ന സമയത്ത് നമ്മുടെ ഈ 1,00,000ൻ്റെ കൂടെ 10,000 ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എമൗണ്ട് എത്രയായിട്ടുണ്ട്, 1,10,000. ഈ 1,10,000ൻ്റെ 10% അടുത്ത വർഷം ഇൻട്രസ്റ്റ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് കൂടി പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കാണുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ പ്രിൻസിപ്പൽസ് ആസ് വെൽ ആസ് ഓൺ ഇൻട്രസ്റ്റ് ഓൾറെഡി ആഡഡ് ടു പ്രിൻസിപ്പൽ എമൗണ്ട്. ഇതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് ക്യാപിറ്റൽ റിക്കവറി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റിക്കവറി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഇറ്റ് റെഫേഴ്സ് ടു പ്രോസസ് ഓഫ് റിക്കവറിങ് ദി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന തുക തിരിച്ച് പിടിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ റിക്കവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാപിറ്റൽ റിക്കവറി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റിക്കവറി ഈസ് എ ഫിനാൻഷ്യൽ കൺസെപ്റ്റ് ദാറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് റിക്കവറിങ് ദി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേമാണ് ലോൺ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ലോൺ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഗ്രാജ്വലി പേയിങ് ഓഫ് എ ലോൺ ത്രൂ റെഗുലർ പേയ്മെൻറ്റ് ഓവർ ടൈം. ഒരു നിശ്ചിത ടൈം പീരീഡായിട്ട് നമ്മുടെ ലോൺ എമൗണ്ടുകൾ പേ ചെയ്തുകൊണ്ട് തീർക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ലോൺ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ഗ്രാജ്വലി പേയിങ് ഓഫ് എ ലോൺ ത്രൂ റെഗുലർ പേയ്മെൻറ്റ്സ് ഓവർ ടൈം. ഓക്കെ, ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന മറ്റൊരു ടേമാണ് ലോൺ അമോർട്ടൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, അമോർട്ടൈസേഷൻ ഷെഡ്യൂൾ ഷോസ് ഹൗ ഈച്ച് പേയ്മെൻറ്റ്സ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ കോമ്പണൻറ്റ്. ഓരോ പേയ്മെൻറ്റ്സിലും എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്, അതേപോലെ എത്ര പ്രിൻസിപ്പൽ എമൗണ്ട് വരുന്നുണ്ട്, പ്രിൻസിപ്പൽ കോമ്പണൻറ്റ് വരുന്നത് എന്നുള്ളത് കാണിക്കുന്ന ഷെഡ്യൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അമോർട്ടൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓരോ പേയ്മെൻറ്റ്സിലും എത്ര ഇൻട്രസ്റ്റ് ആണ്, എത്ര പ്രിൻസിപ്പൽ എമൗണ്ട് വരുന്നു എന്ന് കാണിക്കുന്ന എന്താണ്, ഷെഡ്യൂളാണ് അമോർട്ടൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള, പാർട്ട് എയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ്, എന്താണ് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം സാധ്യതയുള്ളത്. അതായത് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് വെൽത്തി ഇൻഡിവിജ്വൽസ്, അതായത് ഇവരെ നമ്മൾ വിളിക്കുന്നതാണ് ഏഞ്ചൽസ് എന്ന് പറയും. നല്ല പൈസക്കാരായ ആളുകൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ദെയർ പേഴ്സണൽ മണി ഇൻ ടു സ്മോൾ ഓർ സ്റ്റാർട്ടപ്പ് ബിസിനസ്. ചെറിയ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സിലേക്ക് അവരുടെ പണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ഇക്വിറ്റി ഓർ കൺവേർട്ടബിൾ ഡെപ്റ്റിനോ അല്ലെങ്കിൽ ഓണർഷിപ്പ് ഇക്വിറ്റിക്കോ പകരമായിട്ട് ചില പണക്കാർ എന്ത് ചെയ്യുന്നു, അവരുടെ പണം ചെറിയ ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിലേക്കോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെ നമ്മൾ എന്ത് പറയും, ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് ടേം ലോൺ എന്ന് പറയുന്നത്. ടേം ലോൺ എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് ബോറോയിങ് ഫോർ എ പീരീഡ് ഓഫ് നോർമലി എക്സീഡിങ് 5 years. ഒരു 5 വർഷത്തിൽ കൂടുതൽ വരുന്ന ബോറോയിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ടേം ലോൺ എന്ന് പറയുന്നത്. നോർമലി 5 വർഷത്തിൽ കൂടുതലുള്ള സെക്വേർഡ് ആയിട്ടുള്ള ബോറോയിങ്സിനെ നമ്മൾ എന്ത് പറയും, ടേം ലോൺ എന്ന് പറയും. ഇനി മറ്റൊരു ടേമാണ് ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്.
അതായത് ലീസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഓണർ ഓഫ് ദി അസറ്റ് ആൻഡ് യൂസർ ഓഫ് ദി അസറ്റ് വേർ ബൈ ദി ഓണർ ഓഫ് ദി അസറ്റ് ഗിവ്സ് ഇറ്റ് ടു ദി യൂസർ ഫോർ എ കൺസിഡറേഷൻ. ഒരു ഓണറും അസറ്റിൻ്റെ ഓണറും അതിൻ്റെ യൂസറും തമ്മിലുള്ള എന്താണ് കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ യൂസർ കൺസിഡറേഷനായിട്ട് പകരമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു എമൗണ്ട് ആർക്ക് കൊടുക്കുന്നു ഓണർക്ക് കൊടുക്കുന്നു. ഇതിനെ നമ്മൾ ലീസ് റെൻ്റ് എന്നാണ് പറയുക. അപ്പോൾ ലീസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ യൂസർ ഓഫ് ദി അസറ്റ് ആൻഡ് ഓണർ ഓഫ് ദി അസറ്റ് ടു യൂസ് ദി അസറ്റ് ഫോർ എ കൺസിഡറേഷന് പകരമായിട്ട് ഒരു അസറ്റ് യൂസ് ചെയ്യാൻ യൂസർക്ക് ഓണർ നൽകുന്ന എന്താണ് ഒരു അഗ്രിമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഓണറും യൂസറും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടേമാണ് ഹൈബ്രിഡ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് ഫിനാൻസ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിനാൻസിങ് മെത്തേഡാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ഫിനാൻസിങ് മെത്തേഡിൻ്റെ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സുകളും അതേപോലെ തന്നെ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫണ്ട് കണ്ടെത്തുന്ന സിസ്റ്റമാണെന്ത് ഹൈബ്രിഡ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് വെഞ്ചർ ക്യാപിറ്റൽ. എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മണി ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് പ്രൊവൈഡ് ടു സ്റ്റാർട്ടപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ദാറ്റ് ഹാവ് പൊട്ടൻഷ്യൽ ഫോർ ലോങ് ടേം ഗ്രോത്ത്. ഒരു ലോങ് ടേം ഗ്രോത്തിന് സാധ്യതയുള്ള ബിസിനസ്സിലേക്ക്, ഒരു സ്മോൾ ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു പണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് വെഞ്ചർ ക്യാപിറ്റൽ മണി എന്ന് പറയുന്നത്, വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസ് എന്ന് പറയുന്നത് നോർമലി ഇതെന്താണ് ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്ത സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇൻവെസ്റ്റേഴ്സ് ഗിവ് മണി ടു എ കമ്പനി ഇൻ എക്സ്ചേഞ്ച് ഫോർ ഓണർഷിപ്പ് ഓർ ഷെയർസ്. ഓക്കെ, അതായത് ഷെയർസിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു ഇൻവെസ്റ്റേഴ്സ് പണം നൽകുന്നു. പക്ഷേ ഈ ഷെയർ എന്ന് പറയുന്നത് നോർമലി എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാത്ത ഷെയറുകളായിരിക്കും. ഓക്കെ, ഇനി വാറണ്ട് ആണ്. വാറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഇറ്റ് ഈസ് എ റൈറ്റ് ടു ബൈ ദി അണ്ടർലൈങ് ഷെയർ ബോണ്ട് ഓർ എനി അതർ സെക്യൂരിറ്റി അറ്റ് എ സർട്ടൻ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ സ്പെസിഫിക് പ്രൈസ്. ഒരു നിശ്ചിത പ്രൈസിൽ ഒരു നിശ്ചിത ഡേറ്റിൽ ഒരു സെക്യൂരിറ്റി വാങ്ങാൻ അല്ലെങ്കിൽ ബോണ്ട് വാങ്ങാൻ അല്ലെങ്കിൽ ഷെയർ വാങ്ങാനുള്ള അവകാശത്തെയാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അവകാശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് വാറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് കൺവേർട്ടബിൾസ് അല്ലെങ്കിൽ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് it is an option to convert bond or preferred stock into equity shares in future at a specific date and price. ഒരു നിശ്ചിത പ്രൈസിൽ ഒരു നിശ്ചിത ഡേറ്റിന് ഇക്വിറ്റി ഷെയറിലേക്ക് എന്താണ് ബോണ്ടിനെയും പ്രിഫറൻസ് സ്റ്റോക്കിനെയും ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനെയാണ് നമ്മൾ എന്ത് പറയുക കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ കൺവേർട്ടബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് സീറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. എന്താണ് സീറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എൻ ഇക്വിറ്റി ഷെയർ ഇഷ്യൂഡ് ബൈ ദി കമ്പനി ടു എംപ്ലോയീസ് ആർ ഡയറക്ടേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഓക്കെ, സീറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കമ്പനി ആ കമ്പനിയുടെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ ഈ ഡിസ്കൗണ്ടിലായിട്ടോ അല്ലെങ്കിൽ ക്യാഷ് അല്ലാത്ത മറ്റെന്തെങ്കിലും പകരമായിട്ടോ കൊടുത്തുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സീറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്, സീറ്റ് ഇക്വിറ്റി. ഓക്കെ, ഇനി ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ടേമുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് എന്താണ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് ദി റിസോഴ്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇൻ ദി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ടു ജനറേറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റിലേക്ക് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് റിസോഴ്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇൻ ദി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ടു ജനറേറ്റ് പ്രോഫിറ്റ്. അതായത് ഇവിടെ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെയാണ് നമ്മൾ എന്ത് പറയുക ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെയാണ് ഇവിടെ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ ബജറ്റിംഗ് എന്നതിൻ്റെ ഒരു ചെറിയ ഡെഫിനിഷനാണ്. ക്യാപിറ്റൽ ബജറ്റിംഗ് ഈസ് ലോങ് ടേം പ്ലാനിംഗ് ഫോർ മേക്കിംഗ് ആൻഡ് ഫിനാൻസിങ് പ്രൊപ്പോസ്ഡ് ക്യാപിറ്റൽ ഔട്ട്ലേ. ക്യാപിറ്റൽ ബജറ്റിംഗ് ഈസ് ലോങ് ടേം പ്ലാനിംഗ് ഫോർ മേക്കിംഗ് ആൻഡ് ഫിനാൻസിങ് പ്രൊപ്പോസ്ഡ് ക്യാപിറ്റൽ ഔട്ട്ലേ. ഓക്കെ, ഇനി ഇതിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ്. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്നതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്തൊക്കെയാണ്? ഇതിലേതെങ്കിലും ഒരു ടേം ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ചോദിക്കാനും സാധ്യതയുണ്ട്. എന്താണ് പ്രൊജക്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ വരുന്നത്
പ്രൊജക്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സെർച്ച് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. കണ്ടിന്യൂസ് സെർച്ച് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് എന്ത് ചെയ്യുന്നു, നമുക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, നിരന്തരം നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൊജക്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രൊജക്റ്റ് സ്ക്രീനിങ് ആണ്. അതായത് പ്രൊജക്റ്റ് സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്തിയിരിക്കുന്ന ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും അതെത്രത്തോളം എന്താണ് ടെക്നിക്കലി ഫീസിബിൾ ആണ്, റിസോഴ്സ് അവൈലബിൾ ആണോ, അതേപോലെ എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മുടെ എന്താണ് റിസ്ക് ഇൻവോൾവ്ഡിനെ എന്താണ് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കുമോ, ആഡിക്വേറ്റ് ആയിരിക്കുമോ എന്നുള്ളതൊക്കെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നതാണ് പ്രൊജക്റ്റ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ഇവാലുവേഷൻ ആണ്. ഓക്കെ, അതായത് ഓരോ പ്രൊജക്റ്റിൻ്റെയും പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട്, ഇവാലുവേറ്റ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് പ്രൊപ്പോസൽ. ഓരോ പ്രൊപ്പോസലിൻ്റെയും പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എന്ത്, പ്രൊജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് പ്രൊജക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് സെലക്ഷൻ, അതായത് നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബെസ്റ്റ് പ്രൊപ്പോസലിന് എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, അപ്രൂവ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൊജക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ആഫ്റ്റർ സെലക്ഷൻ പ്രൊജക്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. അതായത് ഫണ്ട് ആർ അലോക്കേറ്റഡ് ഫോർ ദം ആൻഡ് ക്യാപിറ്റൽ ബജറ്റ് ഈസ് പ്രിപ്പയർഡ്. നമ്മൾ ആ പ്രൊജക്റ്റിലേക്ക് ഫണ്ടിന് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുന്നു. ദെൻ ക്യാപിറ്റൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ദെൻ അവസാനമായിട്ട് നമ്മൾ പെർഫോമൻസ് റിവ്യൂ നടത്തുന്നു. അതായത് നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് നമ്മുടെ ബജറ്റഡ് എസ്റ്റിമേറ്റഡിന് എന്താണ് ഈക്വൽ ആണോ അല്ലെങ്കിൽ അത് കറക്റ്റ് ആണോ എന്ന് റിവ്യൂ ചെയ്യുന്നതാണ് എന്ത്, പെർഫോമൻസ് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് പ്രോസസ്സിൽ വരുന്നത്, അല്ലെ പ്രോസസ്സ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേം ആണ് എന്താണ് പേ ബാക്ക് പീരീഡ് അല്ലെങ്കിൽ PBP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ടൈം ഓർ പീരീഡ് ഓഫ് ടൈം ടു റിക്കവർ ദി ഇനീഷ്യൽ കോസ്റ്റ്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന തുക, ഇപ്പോൾ 10 ലക്ഷം നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, ഈ 10 ലക്ഷം തിരിച്ച് നമുക്ക് കിട്ടാൻ എത്ര ടൈം എടുക്കും എന്നാണ് റിട്ടേണിലൂടെ നമുക്ക് ആ 10 ലക്ഷം കിട്ടാൻ എത്ര ടൈമാണ് എടുക്കുന്നത് എന്ന് കണ്ടെത്തുന്നതാണ് എന്ത്, പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ടൈം ഓർ പീരീഡ് ഓഫ് ടൈം ടു റിക്കവർ ദി ഇനീഷ്യൽ കോസ്റ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മറ്റൊരു ടേമാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ARR എന്ന് പറയുന്നത്. എന്താണ് ARR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ARR എന്ന് പറയുന്നത് അണ്ടർ ദിസ് മെത്തേഡ് പ്രോഫിറ്റ് ഏൺഡ് ഓൺ ദി എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. അതായത് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ എത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്, എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കാണുന്നത്. ഓക്കെ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ എത്രത്തോളം നമുക്ക് എത്ര റേറ്റ് ഓഫ് പെർസെൻറ്റേജ് ഏർണിങ്സ് വന്നു എന്ന് കണ്ടെത്തുന്നതാണ് എന്ത്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഏൺഡ് ഓൺ the amount of investment proposal is expressed in terms of percentage is known as ARR. The next one ആണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ അവിടെയുള്ള ക്യാഷ് ഫ്ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് വാല്യൂ എന്നതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഡിസ്കൗണ്ടിങ് ഫാക്ടർ അപ്ലൈ ചെയ്തുകൊണ്ട് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടെത്തുന്നു. ആഫ്റ്റർ ദാറ്റ് വി ഫൈൻഡ് ഔട്ട് ദി പേ ബാക്ക് പീരീഡ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പീരീഡ് ഓഫ് ടൈം റിക്കവർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്തുന്നതിന് എന്ത് പറയും, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറയും. ഓക്കെ, ദെൻ മറ്റൊരു ടേമാണ് NPV അല്ലെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. NPV അല്ലെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ആണ്. അതായത് മൊത്തം നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസും അതേപോലെ ക്യാഷ് ഔട്ട് ഫ്ലോസും തമ്മിലുള്ള ഡിഫറൻസിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്, NPV എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിൽ നിന്നും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ NPV കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ടേം ആണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ. അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ എന്നുള്ളതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. റേഷ്യോ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടേം ആണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ IRR എന്ന് പറയുന്നത്. അതായത് IRR എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് റിട്ടേൺ അറ്റ് വിച്ച് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്.
നമ്മുടെ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ്. ഓക്കെ, ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് ഏത് റേറ്റ് ഓഫ് റിട്ടേൺ അപ്ലൈ ചെയ്താലാണ് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഈക്വൽ ആകുന്നത് എന്ന് കണ്ടെത്തുന്നതാണ് എന്ത് ഇവിടെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് റേറ്റ് ഓഫ് റിട്ടേൺ അറ്റ് വിച്ച് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഏത് റേറ്റ് ഓഫ് റിട്ടേൺ അപ്ലൈ ചെയ്താലാണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഈക്വൽ ആകുന്നത്. അതിനെ നമ്മൾ എന്ത് പറയും? ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ IRR എന്ന് പറയും. ഓക്കെ, ദെൻ ഇതിൽ വരുന്ന വേറൊരു ടേമാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് എക്സാമിൻ ഹൗ സെൻസിറ്റീവ് ദി NPV ഈസ് ടു ചേഞ്ചസ് ഇൻ വേരിയബിൾസ് സച്ച് ക്യാപിറ്റൽ, കോസ്റ്റ്, സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്. അതായത് ബിസിനസ്സിൽ ഉണ്ടാകുന്ന ക്യാപിറ്റലിലും കോസ്റ്റിലും അതേപോലെ സെയിൽസ് വോളിയത്തിലും വേരിയബിൾ കോസ്റ്റിലും അല്ലെങ്കിൽ പ്രൊജക്റ്റ് ലൈഫിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം എത്രത്തോളം NPVയിൽ മാറ്റം ഉണ്ടാക്കുന്നു അതിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് സ്മോൾ ചേഞ്ച് ഇൻ വൺ ഫാക്ടർ റിസൾട്ട് ഇൻ മേജർ ചേഞ്ച് ഇൻ പ്രോഫിറ്റബിലിറ്റി. ചെറിയ ഒരു വേരിയബിൾ ചെറിയൊരു മാറ്റം ഉണ്ടാകുമ്പോൾ അതെന്താണ് പ്രോഫിറ്റബിലിറ്റിയിൽ ഹൈ റേഞ്ച് മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതെന്താണ് ആ പ്രൊജക്റ്റ് എന്താണ് സെൻസിറ്റീവ് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഒരു വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റം പ്രോഫിറ്റബിലിറ്റിയിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കുന്നു എന്ന് കാണിക്കുന്നു. അതിൻ്റെ എന്താണ് ചേഞ്ചസ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ എക്സാമിൻ ചെയ്യുന്നതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഒരു ടേം. അതായത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ റിഗാർഡിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏർണിങ്സ് ടു ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഒരു ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് ഏർണിങ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുക ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ റിഗാർഡിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏർണിങ്സ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ അറിയേണ്ട ടേംസുകളാണ് ടൈപ്സ് ഓർ ഫോംസ് ഓഫ് ഡിവിഡൻഡ്. അതായത് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് ക്യാഷ് ആണ്. ക്യാഷ് രൂപത്തിൽ കൊടുക്കുന്ന ഡിവിഡൻഡിനെ നമ്മൾ എന്ത് പറയും? ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയും. ഇനി റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഡിക്ലെയർഡ് ആൻഡ് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനത്തിൽ കൊടുക്കുന്ന ഡിവിഡൻഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇവിടെ റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി ഇൻ്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇടക്കാലത്ത് എന്ന് പറഞ്ഞാൽ ടു ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഇടയിൽ കൊടുക്കുന്ന എന്താണ് ഡിവിഡൻഡാണ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഇപ്പോൾ മിഡിൽ ഒക്കെ ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അതെന്താണ് ഇൻ്ററിം ഡിവിഡൻഡ് എന്ന് പറയും. ഓക്കെ, ഇനി സ്റ്റോക്ക് ഡിവിഡൻഡ് ആണ്. ഇവിടെ ഡിവിഡൻഡ് കൊടുക്കുന്ന എന്താണ് ഇൻ ദി ഫോം ഓഫ് ഷെയർസ് ആണ്. ഓക്കെ, ഇവിടെ ഡിവിഡൻഡ് കൊടുക്കുന്ന ക്യാഷ് ആയിട്ടില്ല ഷെയറിൻ്റെ രൂപത്തിലാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നതെങ്കിൽ അതിന് എന്ത് പറയും? സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയും. ഇനി മറ്റൊന്ന് വരുന്ന ബോണ്ട് ഡിവിഡൻഡ് ആണ്. ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഓർ ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ഡിവിഡൻഡ്. ഡിവിഡൻഡിന് കൊടുക്കുന്നതിന് പകരം നമ്മൾ ബോണ്ടോ അല്ലെങ്കിൽ ഡിബെഞ്ചറുകളോ ഇഷ്യൂ ചെയ്യുന്നതിന് എന്ത് പറയും? ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറയും. ഇനി മറ്റൊരു ടേമാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് അസറ്റ്. ഓക്കെ, ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരം നമ്മൾ അസറ്റിൻ്റെ രൂപത്തിലാണ് ഡിവിഡൻഡ് കൊടുക്കുന്നതെങ്കിൽ അതിനെന്താ പറയും? പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി ഇതിൽ അറിയേണ്ട മറ്റൊരു ടേമാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിവിഡൻഡ് പോളിസി? അതായത് പോളിസി വിച്ച് ഡിറ്റർമൈൻ അലോക്കേഷൻ ഓഫ് ഏർണിങ്സ് ഇൻ ടു റീറ്റേൺഡ് ഏർണിങ്സ് ആൻഡ് ഡിവിഡൻഡ്. അതായത് എന്താണ് നമ്മുടെ ഏർണിങ്സിനെ റീറ്റേൺഡ് ഏർണിങ്സ് ആയിട്ട് എത്ര മാറ്റി വെക്കണം, എത്ര നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം എന്നതിൻ്റെ പോളിസിയാണ് നമ്മൾ എന്ത് പറയുക? ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഇറ്റ് ഡിറ്റർമൈൻ ദി അലോക്കേഷൻ ഓഫ് ഏർണിങ്സ് ഇൻ ടു റീറ്റേൺ ഏർണിങ്സ് ആൻഡ് ഡിവിഡൻഡ്. ഇനി ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസിയാണ്. അതിൽ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. അതായത് സ്റ്റേബിൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും, കൺസിസ്റ്റൻസി ഉണ്ടാവും. അതായത് നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡിന് ഒരു സ്ഥിരത ഉണ്ടാവും. ഒരു നിശ്ചിത എമൗണ്ട് ഡിവിഡൻഡ് ആയിരിക്കും കൊടുക്കുക. അതിന് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയും. ഈ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി പല രൂപത്തിൽ വരും. അതിൽ ഒന്നാമത്തതാണ് കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് പെർ ഷെയർ എവരി ഇയർ കൊടുക്കുന്നതാണ് എന്ത് കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വരുന്നത് കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് ഏർണിങ്സ് ആണ്. ഇവിടെ നമ്മൾ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നതിന് എന്ത് പറയും? കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് ഓഫ് ഏർണിങ്സ് എന്ന് പറയും. ഇനി അടുത്ത് വരുന്ന കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ്. ഒരു നിശ്ചിത എമൗണ്ടിൻ്റെ കൂടെ എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കുന്നു. അതായത് അഡീഷണൽ പ്രോഫിറ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ റിട്ടേണുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കുന്നതാണ് എന്ത് കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ് എന്ന് പറയുന്നു. ഇനി റെഗുലർ ആൻഡ് എക്സ്ട്രാ ഡിവിഡൻഡ് പോളിസിയാണ് എന്ന് പറഞ്ഞാൽ നോർമലി ഒരു കോൺസ്റ്റൻറ്റ് റുപ്പി ഡിവിഡൻഡിൻ്റെ കൂടെ ഫിക്സ്ഡ് പെർസെൻറ്റേജിൻ്റെ കൂടെ
എന്താണ് എലോങ് വിത്ത് എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഡിവിഡൻഡ് കൂടെ കൊടുക്കുന്നതാണ് എന്ത് റെഗുലർ ആൻഡ് എക്സ്ട്രാ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഇനി അടുത്തതിൽ വരുന്നത് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് പോളിസിയിൽ വരുന്നതാണ് മറ്റൊന്ന് റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഇവിടെ റെഗുലർ ആയിട്ട് എന്ത് കൊടുക്കുന്നു, സ്റ്റോക്ക് ആയിട്ടാണ് കൊടുക്കുന്നത്, ഡിവിഡൻഡ് അല്ല. റെഗുലർ ആയിട്ട് സ്റ്റോക്ക് കൊടുക്കുന്ന ഡിവിഡൻഡിന് പകരമായിട്ട് സ്റ്റോക്ക് കൊടുക്കുന്ന ഡിവിഡൻഡ് പോളിസിയാണ് എന്ത് റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്നതാണ് റെഗുലർ ഡിവിഡൻഡ് പ്ലസ് സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി. അതായത് സ്ഥിരമായിട്ട് ഒരു ഡിവിഡൻഡും അതിൻ്റെ കൂടെ എക്സ്ട്രാ ഏർണിങ്സ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോക്കുകളായിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത് റെഗുലർ ഡിവിഡൻഡ് പ്ലസ് സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ദെൻ അടുത്ത വരുന്നതാണ് ഇറഗുലർ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പോളിസി ഇല്ല, അതായത് എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും അക്കോർഡിംഗ് ടു ഏർണിങ്സ്. നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ഫിനാൻഷ്യൽ കണ്ടീഷനെയും അതേപോലെ വരുമാനത്തിനും അനുസരിച്ച് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് എന്ത് ഇറഗുലർ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. അതിവിടെ പോളിസി എന്താണ് വരുന്നത് എന്നാണ്, ഈ ഒരു പോളിസി പ്രകാരം ഡിവിഡൻഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രം ദി പ്രോഫിറ്റ് റിമൈനിങ് ആഫ്റ്റർ മീറ്റിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രപ്പോസൽ. നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രപ്പോസലിൻ്റെ എല്ലാ ചിലവുകളും മീറ്റ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നതാണ് റെസിജ്വൽ. ഓക്കെ, ബാക്കിയുള്ളതിൽ നിന്ന് ഡിവിഡൻഡ് കൊടുക്കുന്നതാണ് എന്ത് ഇവിടെ റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. അടുത്ത് വരുന്ന നോ ഡിവിഡൻഡ് പോളിസിയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ പോളിസി ഓഫ് പേയിങ് നോ ഡിവിഡൻഡ് പ്രസൻ്റ്ലി. നിലവിൽ നമ്മുടെ ഫ്യൂച്ചർ ഗ്രോത്തും അതേപോലെ തന്നെ എക്സ്പാൻഷനും അതേപോലെ വർക്കിംഗ് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫണ്ട് ആവശ്യമാണ് ബിസിനസ്സിൽ, അതുകൊണ്ട് ഡിവിഡൻഡ് കൊടുക്കുന്നില്ല എന്നുള്ള പോളിസിയാണ് നോ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ് ഇറലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറലവൻസ് തിയറീസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു തിയറി പറയുന്നത് എന്താണ്, ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്റ്റ് ഓൺ ദി മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ഓക്കെ, അതേപോലെ വാല്യൂ ഓഫ് ഫേം, ഒരു ഫേമിൻ്റെ വാല്യൂവിലോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയറിലോ ഡിവിഡൻഡ് പോളിസിക്ക് ഒരു എന്തുമില്ല, റോളുമില്ല എന്നാണ് ഇറലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ പഠിക്കുന്ന കുറച്ച് എന്താണ് മെത്തേഡ് അല്ല തിയറീസ് ആണ് മോഡിഗ്ലാനി ആൻഡ് മില്ലർ ഇറലവൻസി തിയറി എന്ന് പറയുന്നത്. അതായത് ഈ തിയറി പറയുന്നത് എന്താണ്, എ ഫേംസ് ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്റ്റ് ഓൺ വാല്യൂ ഓഫ് ഫേം. ഓക്കെ, ആൻഡ് ഓർ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഷെയർ ഹോൾഡേഴ്സ് വെൽത്തിൻ്റെ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദി ഫേമിനോ ഡിവിഡൻഡ് പോളിസിക്ക് യാതൊരു എഫക്റ്റും ഇല്ല എന്നുള്ളതാണ് മോഡിഗ്ലാനി മില്ലർ അപ്രോച്ച് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊന്നാണ് വാൾട്ടർ ഡിവിഡൻഡ് മോഡൽ വരുന്നത്. വാൾട്ടർ ഡിവിഡൻഡ് മോഡൽ പറയുന്നത് എന്താണ്, ഇൻ ദിസ് തിയറി വാൾട്ടർ ആർഗ്യൂസ് ദാറ്റ് ഡിവിഡൻഡ് ഡിസിഷൻ ഓഫ് ഫേം ഈസ് ഇറലവൻറ്റ്. ഓക്കെ, ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ്, റിലവൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ പ്രാധാന്യമുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ ഓഫ് ദി ഫേമിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാൾട്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഗോർഡൻ മോഡലാണ് മറ്റൊന്ന് വരുന്നത്. ഗോർഡൻ പറയുന്നത് എന്താണ്, ഇവിടെ ഡിവിഡൻഡ് ആർ റിലവൻ്റ് ആൻഡ് ഇറ്റ് വിൽ എഫക്റ്റ് ദി വാല്യൂ ഓഫ് ഫേം. ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്, റിലവൻ്റ് ആണ്, അതെന്ത് ചെയ്യും, വാല്യൂ ഓഫ് ദി ഫേമിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഗോർഡൻസ് മോഡൽ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു ടേമാണ് ഒപ്റ്റിമം ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. അതായത് ഒപ്റ്റിമം ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ദാറ്റ് മാക്സിമൈസ് ഫേംസ് വാല്യൂ ഓർ ഇറ്റ്സ് ഷെയർ പ്രൈസ്. ഓക്കെ, ഫേമിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, മാക്സിമൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷെയർ പ്രൈസ് മാക്സിമൈസ് ചെയ്യുന്നു. ഇവിടെ ഫേംസിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യണം അല്ലെങ്കിൽ ഷെയർ പ്രൈസ് മാക്സിമൈസ് ചെയ്യുന്ന ഡിവിഡൻഡ് പോളിസിയെ നമ്മൾ എന്ത് പറയും, ഒപ്റ്റിമം ഡിവിഡൻഡ് പോളിസി എന്ന് പറയും. ഓക്കെ, ഇനി ഇതിൽ വരുന്ന വേറൊരു ടേമാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഷെയർ ഓഫ് നെറ്റ് ഏർണിങ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ് ആസ് ഡിവിഡൻഡ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് എത്രത്തോളം ഏർണിങ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നതിൻ്റെ പെർസെൻറ്റേജിനെയാണ് നമ്മളെന്ത് പറയുക, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില കൺസെപ്റ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമതാണ് CAPM അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്ത ആരാണ്, വില്യം F. ഷാർപ്പ് എന്ന് പറയുന്ന ആളാണ് ഡെവലപ്പ് ചെയ്തത്. അത് ഈ ഒരു അപ്രോച്ച് പ്രകാരം ഇയാൾ പറയുന്നത് എന്താണ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത്. ആ മെത്തേഡ് പറയുന്നത് എന്താണ്, ഇക്വിറ്റി ഷെയറിൻ്റെ റിട്ടേൺ വരുന്നത് ഒരു ബിസിനസ്സിലെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ എന്നുള്ളത് എന്താണ്, എത്രത്തോളം റിസ്ക് അസോസിയേറ്റഡ് ആണ് അതിന് മുകളിൽ എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് റിട്ടേണും എന്തായിരിക്കും, മാറും എന്നുള്ളതാണ് ഈ ഒരു മോഡൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ സജസ്റ്റ് ചെയ്യുന്നത്. റിസ്ക് കൂടുമ്പോൾ റിട്ടേൺ കൂടും, റിസ്ക് കുറയുമ്പോൾ റിട്ടേൺ എന്ത് ചെയ്യും, കുറയും എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ് മറ്റൊരു ടേം വരുന്നത്. ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ എന്താണ്, ഇറ്റ് ഈസ് എൻ ആവറേജ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ ആവറേജിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്, ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ആവറേജ് ഓഫ് കോസ്റ്റ് ഓഫ് ഓൾ സോഴ്സ് ഓഫ് ഫണ്ട് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ള എല്ലാ സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെയും ആവറേജിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് പ്രോപ്പർലി വെയ്റ്റഡ് ബൈ പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇനി മറ്റൊന്നാണ്, ഇതിൽ പ്രധാനപ്പെട്ട ടേമാണ് എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റേഴ്സ് ആണ്. അത് മനസ്സിലാക്കി വെക്കുക, മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ജസ്റ്റ് അത് തിയറിറ്റിക്കലി നമ്മൾ ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ അക്കോർഡിംഗ് ടു സ്പെൻസർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് എ ഫേം റിക്വയർസ് എ കണ്ടീഷൻ ഫോർ അണ്ടർടേക്കിംഗ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ ഒരു ഫേം കൊടുക്കാൻ ആവശ്യമായിട്ട് വരുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഇനി എന്താണ് ഇ പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏർണിംഗ് പെർ ഷെയർ. ഇ പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഇറ്റ് മെഷേഴ്സ് ദി കമ്പനീസ് പ്രോഫിറ്റബിലിറ്റി ബൈ ഇൻഡിക്കേറ്റിംഗ് ഹൗ മച്ച് മണി എ ഷെയർ ഹോൾഡർ വുഡ് റിസീവ് ഫോർ ഈച്ച് ഷെയർ ദേ ഓൺ ഇഫ് ഓൾ പ്രോഫിറ്റ് വർ ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് ഒരു ഷെയർ ഹോൾഡർ ഒരു ഷെയറിൻ്റെ മുകളിൽ എത്രത്തോളം പ്രോഫിറ്റ് അയാൾക്ക് അല്ലെങ്കിൽ ഏർണിങ്സ് ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഒരു ഷെയർ ഹോൾഡർക്ക് അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ അയാളുടെ ഷെയറിൻ്റെ മുകളിൽ എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ഒരു ഷെയറിന് മുകളിൽ എത്രത്തോളം ഏർണിങ്സ് വരുന്നുണ്ട് കാണിക്കുന്നതാണ് എന്ത്, ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത്. ഒരു ഷെയറിന് മുകളിൽ എത്രത്തോളം ഏർണിങ്സ് കിട്ടുന്നുണ്ട്, ഏർണിംഗ് പെർ ഷെയർ. ഇനി കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്ന ടേമാണ്. എന്താണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് ബോണ്ടാണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഹോൾഡേഴ്സ് ഓഫ് ബോണ്ട്. ഇതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ബൈ ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എത്രത്തോളം റിട്ടേൺ ആണ് പ്രിഫറൻസ് ഷെയറിന് മുകളിൽ പ്രതീക്ഷിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് കമ്പനി മസ്റ്റ് ഏൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഒരു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് മുകളിൽ നിർബന്ധമായിട്ടും ഒരു കമ്പനി ഏൺ ചെയ്യേണ്ട മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ടേമുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദി കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഓക്കെ യൂസ്ഡ് ബൈ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെ കോമ്പിനേഷനെ സൂചിപ്പിക്കുന്നതാണെന്ന് നമ്മളെന്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഇതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്നൊരു ടേമാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ദി യൂസ് ഓഫ് ഡിബഞ്ചേഴ്സ്, ലോൺസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അലോങ് വിത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതായത് ഡിബഞ്ചർ, ലോണ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇതൊക്കെ ഇക്വിറ്റി ഷെയറിന് കൂടെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ ഫിനാൻഷ്യൽ ലിവറേജ് എന്നും നമ്മൾ പറയും. ഓക്കെ, ഇനി ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. അതായത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ദാറ്റ് മാക്സിമൈസ് ദി വാല്യൂ ഓഫ് ദി കമ്പനി ആൻഡ് മിനിമൈസ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ചുകൊണ്ട് ഒരു കമ്പനിയുടെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്നതിൻ്റെ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി എത്രത്തോളം ഉണ്ട്, അതിനെയാണ് നമ്മളത് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഒപ്റ്റിമം എന്ന് പറയുന്നത്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെറ്റ് ഇൻകം തിയറിയാണ്, NI അപ്രോച്ച് എന്ന് പറയും. അക്കോർഡിംഗ് ടു ദിസ് തിയറി കമ്പനി ക്യാൻ ഇൻക്രീസ് ദി വാല്യൂ ഓഫ് ദി ഫേം ആൻഡ് റെഡ്യൂസ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബൈ ഇൻക്രീസിങ് പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാക്സിമം ഡെപ്റ്റ് കൂട്ടുന്നതിലൂടെ ആ സ്ഥാപനത്തിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ് നെറ്റ് ഇൻകം തിയറി അല്ലെങ്കിൽ NI അപ്രോച്ച് പറയുന്നത്. ഇനി
ഇതിൽ വരുന്നതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി എന്ന് പറയുന്നത്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി, NOI തിയറി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ തിയറി പറയുന്നത് എന്താണ്? എനി ചേഞ്ചിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് എഫക്റ്റ് ദി മാർക്കറ്റ് വാല്യൂ. ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാകുന്ന മാറ്റം എന്ത് ചെയ്യുന്നില്ല? മാർക്കറ്റ് വാല്യൂയിൽ യാതൊരു വിധ മാറ്റവും ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യാതൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഏത് തിയറി പറയുന്നത്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന വേറൊരു ടേമാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ROI മെഷേഴ്സ് ഹൗ മച്ച് പ്രോഫിറ്റ് ഓർ ഗെയിൻ എ കമ്പനി മേക്സ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഒരു കമ്പനി എത്രത്തോളമാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിൽ നിന്ന് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലും എത്ര റിട്ടേൺ ഉണ്ടാക്കി ഓക്കെ എന്ന് കണ്ടെത്തുന്നതാണെന്ത്? ROI എന്ന് പറയുന്നത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് ഹൗ മച്ച് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ കമ്പനി മേക്സ് ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ് വേറൊന്ന് വരുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ ഇക്വിറ്റിയിൽ നിന്നും, അതായത് നമ്മൾ ഇക്വിറ്റി ഷെയർ കോൺട്രിബ്യൂഷനിലും ഓരോ ഷെയറിനും എത്ര ഏണിങ്സ് റിട്ടേൺ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇക്വിറ്റീൻ്റെ മുകളിൽ എത്ര ഏണിങ്സ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കമ്പനീസ് നെറ്റ് ഇൻകം ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിക്ക് എത്രത്തോളം നെറ്റ് ഇൻകം കമ്പനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആ ഇക്വിറ്റിയുടെ മുകളിൽ എത്രത്തോളം ഏണിങ്സ് കിട്ടുന്നുണ്ട് എന്ന് കാണിക്കുന്നതാണ് ROE എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നമ്മൾ ചെറിയ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക്